بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وأصحابه وأهل بيته أجمعين. يا سيد الأبرار حبك في دمي، نهر على نحو الصبابة جاري. لك يا رسول الله في أعماقنا قمم من الإجلال والإكرام. يا سيد السادات جئتك قاصدا، أرجو رضاك وأحتمي بحماك. सबसे अला व औला हमारा नबी, सबसे अला व अगला हमारा नबी। दोनों आलम के दूल्हा हमारा नबी। सबसे अला व औला हमारा नबी। ज़मीनो ज़मान तुम्हारे लिए, मकीनो मकान तुम्हारे लिए। बने दो जहां तुम्हारे लिए, बदन में है जान तुम्हारे लिए। अस्सलातु वस्सलामु अलैका या सय्यदी या रसूल अल्लाह। खुद बियदी क़ल्लत हीलती व अंत वसीलती या नबी अल्लाह. ആദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹത്താൽ മഹനീയമായ റബീഉൽ അവ്വലിൻ്റെ പുണ്യം നിറഞ്ഞ രാത്രിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങളെ പറയുന്നതിനും കേൾക്കുന്നതിനും വേണ്ടിയാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന വിധം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ് എന്ന് ലോകത്തോട് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യം ഇല്ല. നമ്മളെല്ലാവരും ഇശാഇന്റെ വാങ്ക് കേട്ടിട്ട് ഇരിക്കുന്നവരാണ്. അതിൽ 2 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രമായ നാമങ്ങൾ വിളിച്ചു പറഞ്ഞു. ഇപ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ പല ദിക്കുകളിലും ഒരുപക്ഷെ ഇശാഇന്റെ വാങ്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും. ഇതേ സമയം തന്നെ സൗദി അറേബ്യയിൽ മഗ്രിബിന്റെ വാങ്കോ, മറ്റു രാഷ്ട്രങ്ങളിൽ അസ്റിന്റെയും ളുഹ്റിന്റെയും അങ്ങനെ വ്യത്യസ്ത നേരങ്ങളിലെ വാങ്കുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ ദിവസവും ഓരോ നാട്ടിലും 5 തവണകളിലായി, 5 സമയങ്ങളിലായി 10 തവണ വിളിച്ചു പറയപ്പെടുന്ന പേരിന്റെ ഉടമയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നമ്മുടെ റോഡിൽ 4 പേർ ഒരുമിച്ച് കൂടിയാൽ അഞ്ചാമത്തെയാൾ അന്വേഷിക്കും ഇവിടെ എന്താണ് സംഭവിച്ചത്.
അത്രയും അന്വേഷണ തൃഷ്ണയാണ് മനുഷ്യന്റെ പ്രകൃതിയിൽ ഉള്ളത്. എന്നാൽ ഓരോ നാട്ടിലും 10 പ്രാവശ്യം വിളിച്ചു പറയപ്പെടുന്ന ഈ പേരിന്റെ ഉടമ ആരാണെന്നും ആ നാമത്തിന്റെ നായകരുടെ മഹത്വം എന്താണെന്നും അന്വേഷിക്കേണ്ട ബാധ്യത, അറിഞ്ഞിരിക്കേണ്ട ഉത്തരവാദിത്വം, അന്വേഷിച്ച് പഠിക്കേണ്ട ബാധ്യത എല്ലാ അനുവാചകർക്കും ഉള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഓരോ നിമിഷവും ലോകത്തിന്റെ നാനാദിക്കുകളിൽ എവിടെയെങ്കിലും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ പവിത്രമായി നാമം ഉദ്ധരിക്കപ്പെടുന്ന ഒരു നേതാവിനെയും ലോകത്ത് ഇന്നുവരെ കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല, ലോക ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരു ദശാസന്ധിയിൽ ശാസ്ത്രീയമോ രാഷ്ട്രീയമോ ഭൗതികമോ ആത്മീകമോ ആയ ഏതെങ്കിലും മേഖലയിൽ ഇതുപോലെ നാമം ഉദ്ധരിക്കപ്പെടുകയും ഇതുപോലെ നാമം പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരു നേതാവിനെയും കാണാൻ സാധ്യമല്ല. അന്വേഷികളായ ആളുകൾക്കും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കുമെല്ലാം ലോകത്തിന്റെ നാനാദിക്കുകളിലും മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന പവിത്രമായ അഭിധേയത്തിന്റെ അവകാശി ആരാണെന്നും ഈ വിശുദ്ധമായ നാമത്തിന്റെ വാഹിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്വേഷിക്കുകയും അറിയുകയും ചെയ്യാനുള്ള ഏറ്റവും നല്ല ഉണർത്തുപാട്ടാണ് യഥാർത്ഥത്തിൽ വാങ്ക്. രണ്ടാമതായി പറയാം, തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ നേതാക്കന്മാർക്കും അവരവരുടെ പ്രാഗൽഭ്യം തെളിയിച്ച ഏതെങ്കിലും ഒരു മേഖലയിൽ അവർ പരിമിതപ്പെട്ടവരായിരിക്കും. ഒന്നുകിൽ ശാസ്ത്രീയ രംഗം, അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗം, ഒന്നുകിൽ സാംസ്കാരിക രംഗം, അല്ലെങ്കിൽ സാഹിത്യരംഗം. അങ്ങനെ ഓരോ പ്രതിഭകളും അവരവരുടെ വിഭിന്നങ്ങളായ മേഖലകളിൽ മാത്രം പരിമിതപ്പെട്ടവരാണെങ്കിൽ, ഏതെങ്കിലും ഒരു രാജ്യത്തിന് വേണ്ടി മാത്രം പരിമിതപ്പെട്ടയാളാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഗ്ലോബലൈസ്ഡ് ഓർ യൂണിവേഴ്സാലിറ്റി ഉള്ള സ്വഭാവത്തിലാണ്. ലോകത്തിന് മുഴുവനും ആവശ്യമുള്ള, പ്രപഞ്ചത്തിനാകമാനം കരുണയുടെ മഹനീയ സ്പർശങ്ങളെ അടയാളപ്പെടുത്തിയ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, പ്രപഞ്ചത്തിനാകമാനം കാരുണ്യമായിട്ട് മാത്രമേ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളൂ എന്ന് വിശുദ്ധമായ ഖുർആനിന്റെ പ്രൗഢമായ സൂക്തം ഓർമ്മപ്പെടുത്തുകയാണ്. വിശാലമായി ഇത്തരം വിഷയങ്ങളിലേക്ക് കടക്കാനുള്ള സാവധാനമല്ല, സന്ദർഭമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങൾക്കും കാരുണ്യമായിട്ട് മാത്രം നിയോഗിക്കപ്പെട്ടു എന്ന് വിളിച്ചു പറയുമ്പോൾ, പരിശുദ്ധമായ ഖുർആനിന്റെ ഭാഷ കടമെടുത്താൽ അല്ലാഹു ജല്ല ജലാലുഹു എന്തിന്റെയൊക്കെ അധിപനാണോ അതിന് മുഴുവനും കാരുണ്യമാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. കാരണം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോകത്തിന്റെയും പരിപാലകനായ അല്ലാഹുവിനാണ് സർവസ്തുതിയും. ആ അൽ ആലമീൻ എന്ന പദം തന്നെയാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന സൂക്തത്തിലും ഉപയോഗിക്കുന്നത്. അപ്പോൾ അല്ലാഹു തആല എന്തിന്റെയൊക്കെ അധിപനാണോ, പരിപാലകനാണോ, ഉടമസ്ഥനാണോ അതിന് മുഴുവനും കാരുണ്യമാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പിന്നീട് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ
ആനുകാലിക സംവേദനങ്ങളോട് കൃത്യമായി കോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളെയും ലോക ചരിത്രത്തിൽ കാണാനില്ല. 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രമായ ചര്യകളെ പോസ്റ്റ് മോഡേൺ യുഗത്തിലെ ലേറ്റസ്റ്റ് വിഷയങ്ങളിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് പറഞ്ഞു എന്ന് അന്വേഷിക്കുന്നിടത്താണുള്ളത്. വേറെ ഒരാചാര്യനും അതുപോലെ ഉദ്ധരിക്കപ്പെടുന്നില്ല, വേറെ ഒരു ശാസ്ത്രജ്ഞനും അതുപോലെ വിലമതിക്കപ്പെടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മോഡേൺ ശാസ്ത്രീയ യുഗത്തിലെ ഗവേഷണങ്ങളുടെ മുമ്പിലും അതുപോലെ ഇന്റർനാഷണൽ തലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വികാസങ്ങളുടെ പിന്നിലും പരിശുദ്ധമായ ഇസ്ലാം എന്ത് പറയുന്നു, പ്രവാചകർ എന്ത് പറയുന്നു എന്ന് അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്വേഷിക്കുന്നത് പോലെ ലോകത്ത് വേറെ എവിടെയെങ്കിലും ആചാര്യന്മാരെ അതതു കാലഘട്ടങ്ങളിലെ സമകാലിക സംഭവങ്ങളോട് ചേർത്ത് വായിക്കാൻ മാതൃകകൾ തേടി അലയാറില്ല. ഒന്നുകൂടി പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1.5 സഹസ്രാബ്ദം കാലങ്ങൾക്ക് മുമ്പാണ്, 1.5 സഹസ്രാബ്ദത്തോളം കാലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രമായ ജീവിതത്തിന്റെ ഒരു ഇടവഴികളും ഈ പുതിയ നൂറ്റാണ്ടിലെ മനുഷ്യന് പോലും അന്യമായിട്ടില്ല, നഷ്ടപ്പെട്ടു പോയിട്ടില്ല, ചരിത്രത്തിന് പരിചയമില്ലാതെയില്ല. ഒന്നുകൂടി പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ചരിത്രം സംരക്ഷിക്കപ്പെട്ടതുപോലെ ലോകത്തൊരു നേതാവിനെ കുറിച്ചും ചരിത്രം സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതെവിടെ, ദിവസമേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവാര്, മാതാവാര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഞ്ചരിച്ച വഴികളേത്, സന്ദർശിച്ച സ്ഥലങ്ങളേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്ന സ്ഥലമെവിടെ, നടന്ന വഴി എവിടെ, ഇങ്ങനെ തുടങ്ങി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ചരിത്രം അടയാളപ്പെടുത്തിയതുപോലെ ലോകത്തൊരു നേതാവിനെ കുറിച്ചും ഒരു അന്വേഷകനെ കുറിച്ചും ചരിത്രം നോക്കി വച്ചിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഐൻസ്റ്റൈൻ ചരിത്രത്തിന്റെ ഭാഗമായത് E=mc² കണ്ടുപിടിച്ചപ്പോഴാണ്. അന്ന് മുതലാണ് ചരിത്രത്തിന് ഐൻസ്റ്റൈനെ അന്വേഷിക്കുകയും പഠിക്കുകയും വേണ്ടി വന്നത്. ന്യൂട്ടനെ ചരിത്രത്തിന് വേണ്ടി വന്നത് ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചപ്പോഴാണ്. ഗാന്ധിജിയെ ലോകത്തിന് വേണ്ടി വന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയായപ്പോഴാണ്. ലിങ്കനെ ചരിത്രത്തിന് വേണ്ടി വന്നത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഇടപെടലുകളുടെ പശ്ചാത്തലത്തിലാണ്. തുടങ്ങി ലോകത്ത് കഴിഞ്ഞുപോയ നിലനിൽക്കുന്ന പ്രതിഭകളെ മുഴുവനും ചരിത്രത്തിന് ആവശ്യമായത് അവരുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഇടവഴിയിൽ അവരിൽ നിന്ന് പ്രസന്നമായ ഒരു പ്രഭാവത്തിന്റെയോ യോഗ്യതയുടെയോ ഇടപെടലിന്റെയോ ഇടപാടിന്റെയോ ഗവേഷണത്തിന്റെയോ നിരീക്ഷണത്തിന്റെയോ പരീക്ഷണത്തിന്റെയോ അടിസ്ഥാനത്തിലാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയല്ല. അവിടുന്ന് പിറക്കുന്നതിന് മുമ്പ് ചരിത്രത്തിന്റെ ദൃഷ്ടിയിലേക്ക് തെളിയിക്കപ്പെട്ട നേതാവ്, അഷ്റഫുൽ വറാ ഖാതമു ഫസ്സിർ റിസാല മുഹദ്ദിദു ജിഹാത്തിൽ അദാല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വീഴുന്നതിന് മുമ്പ് മക്കയിൽ വന്ന് കാത്തു നിൽക്കുന്ന മിഷണറി സംഘങ്ങളെ കുറിച്ച് പി തോമസിന്റെ സിൻഡാക്റ്റിക് ഹിസ്റ്ററി ഓഫ് റിലിജിയണിലും ബഹുമാനപ്പെട്ട ഇബ്നു ഹിഷാം റളിയല്ലാഹു അൻഹുവിന്റെ സീറാ ഗ്രന്ഥത്തിലും ഇമാം ഹലബിയുടെ ചരിത്ര ഗ്രന്ഥത്തിലും അതുപോലെ ഒട്ടുമുക്കാൽ വരുന്ന പ്രവാചക ചരിത്ര ഗ്രന്ഥങ്ങളിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറന്നു വീഴാനിരിക്കുന്ന പുണ്യസമയത്തെ കൃത്യമായും കണിശമായും അടയാളപ്പെടുത്തിയിട്ട് കാത്തിരുന്നു എന്ന് വായിക്കാൻ ഇടവരികയാണ്. അതിന്റെ ലളിതമായ ഒരു സംഭവം ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അസ്സീറത്തുൻ നബവിയ്യയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഉക്കാല എന്ന് പറയുന്ന അറേബ്യയിലെ പ്രമുഖമായ കച്ചവട കമ്പോളം, അതിൽ നിന്ന് ഒരാൾ വിളിച്ചു ചോദിക്കുകയാണ്, അല്ല, ഇവിടെ എവിടെയെങ്കിലും ഒരു നവജാത ശിശുവിനെ കുറിച്ചുള്ള വർത്തമാനമുണ്ടോ?
അവലിദ ഫീകും മൗലൂദ്, എവിടെയെങ്കിലും ഒരു ശിശുവിന്റെ പിറവിയെക്കുറിച്ച് വല്ല വാർത്തയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആരോ ഒരാൾ വിളിച്ചു പറഞ്ഞു, ഉലിദ ലി അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുല്ലാഹിക്ക് ഒരു ഓമന പിറന്നിരിക്കുന്നു. അങ്ങനെ ഈ സഹോദരൻ പറഞ്ഞു, എനിക്ക് ആ വീട്ടിലേക്കൊന്ന് എത്തിപ്പെടാനുള്ള മാർഗമെന്താണ്? അദ്ദേഹം അങ്ങോട്ട് ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ ചോദിച്ചു, അല്ല, ഇപ്പോൾ ഈ വീട്ടിൽ പിറന്ന കുഞ്ഞിനെ ഒന്ന് കാണാൻ എനിക്ക് അനുമതി തരുമോ? അനുമതി കൊടുത്തപ്പോൾ ആമിന റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ കിടക്കുന്ന നവജാത ശിശുവിനെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ കടന്നു വന്ന സഹോദരൻ നോക്കിയത് മുഖത്തായിരുന്നില്ല, ചുമലിലായിരുന്നു. ചുമലിൽ നോക്കിയിട്ട് ബോധരഹിതനായി വീഴുമ്പോൾ അവിടെ കൂടി നിന്ന ആളുകൾ ബോധം തെളിഞ്ഞ ശേഷം അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല, എന്താണ് സംഭവം? നിങ്ങൾ ബോധം കെട്ടുപോകാനുള്ള കാരണം എന്താണ്? ഉടനെ അവിടുന്ന് പറയുന്ന മറുപടി, ഖദ് നസലത്തിൻ നുബുവ്വത്തു മിൻ ബനീ ഇസ്രായീൽ, ഇസ്രായേല്യരിൽ നിന്ന് അതാ പ്രവാചകത്വം ഇവിടേക്ക് നീങ്ങിയിരിക്കുന്നു. മാറിപ്പോയിട്ട് ഖുറൈശികളിലേക്ക് പ്രവാചകത്വം വന്നിരിക്കുകയാണ്. ഹാദാ ഹുവൻ നബിയുൽ മൗഊദ്, ഇപ്പോൾ ഇവിടെ പിറന്നു വീണ ആമിനായുടെ ഓമനയാണ് വാഗ്ദത്ത പ്രവാചകൻ എന്ന് പറഞ്ഞ് പാളയിലേക്ക് പിറന്നു വീഴുമ്പോൾ തന്നെ പ്രവാചകത്വത്തിന്റെ മഹനീയമായ പദവികളെ പ്രഘോഷണം ചെയ്യപ്പെട്ട അതുല്യ ജ്യോതിസായ ലോകത്തിന്റെ മുഴുവനും കാരുണ്യത്തിന്റെ കവാടമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ ചരിത്രം എപ്പോഴും പിന്നിൽ കൂടിയ ഒരാളെയും കാണാൻ കഴിയില്ല. ഇനിയും പലതും പറവാനുണ്ട്, പക്ഷേ നിങ്ങൾക്ക് വഹിപ്പാനൊക്കത്തില്ല. കാര്യസ്ഥൻ വരും, എല്ലാം നിങ്ങൾക്ക് വിശദീകരിച്ചു തരും എന്ന മത്തായി സുവിശേഷത്തിൽ വിളിച്ചു പറയപ്പെട്ട പ്രവാചകൻ. അതുപോലെ ജൂത സഹോദരന്മാരുടെയും ക്രൈസ്തവ ലോകത്തിന്റെയും വേദലോകത്തിന്റെയും പുരാണങ്ങളിലും പ്രമാണങ്ങളിലും വേദങ്ങളിലും മുൻകൂട്ടി അറിയിപ്പ് നൽകപ്പെട്ട പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ലോകം കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ ചരിത്രം സംരക്ഷിക്കപ്പെട്ട ഒരാളെയും ലോക ചരിത്രത്തിൽ നിന്ന് കാണിച്ചു തരാൻ സാധ്യമല്ല. ഇതൊരു മതപ്രഭാഷണത്തിന്റെ വേദിയായതുകൊണ്ട് ഏകപക്ഷീയമായി വിളിച്ചു പറയുകയല്ല. നിഷ്പക്ഷമായ ചരിത്രാന്വേഷണത്തിലൂടെ കടന്നുപോയാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയാണ് പിറന്നത് എന്ന് കൃത്യമായി പറയാൻ ചരിത്രത്തിന് കഴിയുന്നുണ്ട്. മാത്രമല്ല, 6-ാമത്തെ വയസ്സിൽ അബവാഇ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ആമിന റളിയല്ലാഹു അൻഹ എന്ന ആദരണീയയായ മാതാവ് അരിമ സന്താനത്തോട് അവസാനത്തെ വാചകം പറയുമ്പോ അവിടുന്ന് പറഞ്ഞത്, മോനെ ഇൻ സഹമ അബ്സർതു ഫിൽ മനാമി ഫഅൻത മബ്ഊസുൻ ഇലൽ അനാമി, മോനെ ഞാൻ കണ്ടതൊക്കെ ശരിയാണെങ്കിൽ, മോനെ അവിടുന്ന് ജന്മം നൽകുന്നതിന് മുമ്പ് ഗർഭസ്ഥ ശിശുവായിരുന്ന സമയത്ത് ഞാൻ കണ്ടതൊക്കെ ശരിയാണെങ്കിൽ, ഞാൻ എൻ്റെ സ്വപ്നത്തിലൂടെ ലഭിച്ച വെളിപാടുകൾ സത്യസന്ധമാണെങ്കിൽ, ഫഅൻത മബ്ഊസുൻ ഇലൽ അനാമി, മാലോകരിലേക്ക് മുഴുവനും നിയോഗിക്കപ്പെടാനുള്ള പ്രവാചകനാണ് മോനെ നീ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന അരിമ സന്താനത്തോട് അവസാന വാചകം പറയുന്ന ആദരണീയയായ ആമിന റളിയല്ലാഹു അൻഹ എന്ന വരിഷ്ഠയായ മാതാവിന്റെ വിശുദ്ധമായ വചനങ്ങളുടെ നിസ്തർക്കമായ യാഥാർത്ഥ്യങ്ങളെയാണ് ലോകം പിന്നീട് നെഞ്ചിലേറ്റിയത്. അതുകൊണ്ട് ചരിത്രത്തിനറിയാം, ഈ കിടക്കുന്നത് പുണ്യപ്രവാചകർ വാഗ്ദത്ത നബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നുപോയ വഴികളെല്ലാം ചരിത്രം അടയാളപ്പെടുത്തി. അതുകൊണ്ടാണ് നിരൂപണാടിസ്ഥാനത്തിൽ പ്രവാചക ചരിത്രത്തെ മനസ്സിലാക്കിയ ഫിലിപ്പ് കെ ഹിറ്റിയെ പോലെയുള്ള ആളുകളും എഴുതി വെച്ചു, വി കാൻ സീ എനി ഹോൾ ഓർ ഗ്യാപ്പ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രം പഠിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരിടവഴി ഒഴിഞ്ഞു കിടക്കുന്നതായി കാണാൻ സാധ്യമല്ല. ചരിത്രം സമ്പൂർണമാണെന്ന് മാത്രമല്ല, 6 വയസ്സുള്ള ഷൈമ എന്ന് പറയുന്ന ഹലീമ റളിയല്ലാഹു അൻഹ എന്ന പോറ്റുമ്മയുടെ മകള് കുഞ്ഞോമന പൈതലിന്റെ തൊട്ടിൽ പിടിച്ചിട്ട് പാടിയ പാട്ടേതായിരുന്നു എന്ന് ചരിത്രത്തിനറിയാം. ഒന്നുകൂടി എൻ്റെ അനുവാചകരുടെ ശ്രദ്ധ ഞാൻ ആവശ്യപ്പെടുകയാണ്.
അതായത് 1400 വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യയിലെ ബനൂ സഅദ് ഗോത്രത്തിലെ മരുഭൂമിയുടെ ചാരത്തുള്ള ഗ്രാമീണ സഹോദരിയായ ഹലീമ റളിയല്ലാഹു അൻഹ എന്ന പോറ്റുമ്മയുടെ വീട്ടിൽ തൊട്ടിലിൽ കിടക്കുന്ന പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ടിലിന്റെ കയറു പിടിച്ചിട്ട് 6 വയസ്സുള്ള ഷൈമാ എന്ന പെൺകുട്ടി പാടിയ പാട്ട് ഏകദേശം 25ഓളം ചരിത്രഗ്രന്ഥങ്ങളിൽ അന്വേഷകനായി വിദ്യാർത്ഥിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. 100 കണക്കിന് ഗ്രന്ഥങ്ങളിൽ അത് ലഭ്യമായിരിക്കും. ചുരുക്കി പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ടിൽ പിടിച്ചിട്ട് പാടിയ പാട്ട് മറ്റൊന്നുമല്ല, യാ റബ്ബനാ അബ്ഖി അഖീ മുഹമ്മദാ ഹത്താ അറാഹു യാഫിഅൻ വ അംറദാ ഹാദാ അഖുല്ലി ലൻ തലിദുഹു ഉമ്മീ. 6 വയസ്സുള്ള ഷൈമാ എന്ന് പറയുന്ന ഗ്രാമീണയായ ബനൂ സഅദ് ഗോത്രത്തിലെ ഇളം പൈതലിനെ അതവിടുന്ന് ചെറിയ പെൺകുട്ടിയുടെ മനതലത്തിലേക്ക് തൊട്ടിലിൽ കിടക്കുന്ന അമ്മിഞ്ഞ ഈമ്പുന്ന കുഞ്ഞിനെ കുറിച്ച് പാടുന്ന പാട്ടെത്ര കൃത്യമാണ്. യാ റബ്ബനാ, പ്രപഞ്ചാധികാരിയായ അല്ലാഹുവേ, അബ്ഖി അഖീ മുഹമ്മദാ, ഈ മുഹമ്മദ് എന്ന് പറയുന്ന എൻ്റെ സഹോദരനെ നീ സംരക്ഷിക്കുകയും ശേഷിപ്പിക്കുകയും ചെയ്യണമേ. ഹത്താ യാഫിഅൻ വ അംറദാ, ശൈശവ കൗമാര യൗവനങ്ങളിലേക്ക് വളർന്നു വരാനും അവിടുന്ന് ബാല്യത്തിൽ തന്നെ നശിപ്പിക്കപ്പെടാതിരിക്കാനും വളർന്നു വരാനുമുള്ള നിയോഗം നൽകണേ എന്ന് പറയുമ്പോൾ 6 വയസ്സുള്ള ഷൈമാ എന്ന ഗ്രാമീണ പെൺകുട്ടിക്ക് നൽകിയ വിവേകമാരായിരുന്നു? തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനെ തന്നെ കശാപ്പ് ചെയ്യാൻ ചില ആളുകൾ വന്നിരുന്നു എന്ന് ചരിത്രം അവിടെ വായിക്കാൻ പറ്റും. തൊട്ടിലിൽ കിടക്കുന്ന ഇളം പൈതലിനെ പോലും കശാപ്പ് ചെയ്ത് ഇത് വാഗ്ദത്ത പ്രവാചകനാണ്, വെച്ചിരിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ച പ്രഭൃതികൾ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് ആ ഓമന പൈതലിന്റെ, ആ കുഞ്ഞിളം പെൺകുട്ടിയുടെ മഹനീയമായ മനസ്സിൽ നിന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന തൊട്ടിൽ പ്രായമുള്ള കുഞ്ഞിനെ കുറിച്ച് പാട്ടുപാടാൻ കഴിയുന്നത്. പിന്നീട് ചരിത്രം ബാക്കിയായി ഹുനൈൻ യുദ്ധത്തിന്റെ സമയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയരായ സ്വഹാബാക്കളുടെ അടുക്കലേക്ക് ഒരുപാട് ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ആ കൂട്ടത്തിൽ നിന്നൊരു പെണ്ണ് പറഞ്ഞു, ഞാൻ ആരാണെന്നറിയുമോ? എന്നെ കുറിച്ചറിയണമെങ്കിൽ നിങ്ങളുടെ നേതാവിനോട് ചോദിച്ചാൽ മതി. നിങ്ങളുടെ നേതാവിനെ പാല് കുടിക്കുന്ന പ്രായത്തിലെ എനിക്കറിയുന്നതാണ്. അമ്മിഞ്ഞയുമ്പുന്ന പ്രായത്തിലെ പരിചയമുള്ള നേതാവാണ് നിങ്ങളുടെ നേതാവ്. അതുകൊണ്ട് ഞാൻ ആരാണെന്നറിയണമെങ്കിൽ നിങ്ങളുടെ നേതാവിനോട് ചോദിച്ചോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ക്യൂവായി നിൽക്കുന്ന ഒരുപാട് ജനങ്ങളുടെ ഇടയിൽ നിന്നൊരു പെണ്ണ് അവിടുത്തെ പാല് കുടിക്കുന്ന പ്രായത്തിൽ തന്നെ പരിചയമുണ്ടെന്നാ പറയുന്നത്. അപ്പോഴാണ് ആദരണീയരായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശിഷ്ടമായ അധരങ്ങളിൽ നിന്ന് പ്രത്യുത്തരം വരികയാണ്. അതിന് വല്ല തെളിവുണ്ടോ എന്ന് ആ പെണ്ണിനോട് ചോദിക്കണം. സ്വഹാബികൾ വന്നിട്ട് ചോദിക്കുകയാണ്, ഞങ്ങളുടെ നേതാവിനെ അറിയുമെന്ന് അവകാശപ്പെട്ടല്ലോ, വല്ല തെളിവുണ്ടോ നിങ്ങൾക്കതിന് പറയാൻ? അപ്പോഴാ സഹോദരി പറയുകയാണ്, എൻ്റെ അരക്കെട്ടിനോട് ചോദിച്ചാൽ നിങ്ങളുടെ നേതാവിരുന്ന സ്ഥലമാണ്. ഇവിടെ നിങ്ങളുടെ നേതാവിനെ ഏറ്റിക്കൊണ്ട് നടന്ന പെങ്ങളാണ്, ഹലീമായുടെ മകളാണ്. ഷൈമ എന്ന പേരുള്ള പെണ്ണാന്ന് പറയുമ്പോ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ആദരപൂർവ്വം അടുത്തേക്ക് വിളിച്ചിട്ട് പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാണ്, മോളെ വേണമെങ്കിൽ എൻ്റെ കൂടെ താമസിക്കാം, പ്രശ്നമില്ല. അല്ലെങ്കിൽ വീട്ടിലേക്ക് തന്നെ പോകണമെങ്കിൽ ആവശ്യമുള്ളത് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ ജൂദോ കറം ഹേ ഷഹേബത്ത് ഹാ തേരാ നഹീ സുൻതാ ഹി നഹീ മാംഗിനെ വാലാ തേരാ. അതുല്യമായ ഔദാര്യത്തിന്റെ അവസാനിക്കാത്ത അലമാലകൾ കൊണ്ട് ആഗോള ജനതയുടെ ഹൃത്തടങ്ങളെ മുഴുവനും കീഴടക്കിയിട്ട് കാരുണ്യത്തിന്റെ വരിഷ്ഠ പ്രപഞ്ചത്തിലേക്ക് മാലോകരെ ആഗമാനം മാടി വിളിച്ച മദീനയുടെ മലർവനിയിലേക്ക് മാലോകരുടെ മനതലങ്ങളെ മാടി വിളിച്ചിട്ട് പുഷ്കലമാക്കി കൊടുത്ത അതുല്യമായ വിട്ടുവീഴ്ചയുടെയും കാരുണ്യത്തിന്റെയും നേതാവ്, വാക്കുകൾക്ക് വഴങ്ങാത്ത വിശേഷണങ്ങൾക്ക് വഴിപ്പെടാത്ത അത്യുജ്വലമായ വ്യക്തിപ്രഭാവത്തിന്റെ വരിഷ്ഠ പ്രസാദമേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മോളെ വേണമെങ്കിൽ ഇവിടെ താമസിക്കാം. കാരുണ്യത്തിന്റെ പ്രവാചകരുടെ കരുണഹസ്തങ്ങളെ കണ്ട് സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന പെങ്ങള് പറഞ്ഞു, വീട്ടിലേക്ക് പോകാതിരിക്കാൻ പറ്റൂല. ആവശ്യമുള്ളത് മുഴുവനും നൽകിയിട്ട് തിരിച്ച് യാത്രയാക്കുമ്പോൾ ആറാമത്തെ വയസ്സിൽ ഹബീബിനെ താരാട്ട് പാടാൻ നിയോഗം ലഭിച്ച ഷൈമായി എന്ന പെൺകുട്ടിയോട് ചോദിക്കുക. അത് മുതൽ അല്ലാതിന് മുമ്പേ ചരിത്രത്തിലാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചരിത്രത്തിന്റെ ദർശനിയിലേക്കാ ജനിച്ചു വീണത്. ഇതുപോലെ ഒരു വ്യക്തിയെ കാണിച്ചു തരാൻ രാഷ്ട്രീയ സാമൂഹിക ഏതൊക്കെ പരിസരങ്ങളിൽ നിൽക്കുന്ന ആളുകളുണ്ടെങ്കിലും അവരോട് ചോദിക്കാം. Who could dare to compare with Prophet Muhammad sallallahu alaihi wasallam? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഏത് വ്യക്തിയാണ്, വ്യക്തിപ്രഭാവമാണ് ലോക ചരിത്രത്തിലുള്ളത്? എവിടെയും കാണാൻ പറ്റുന്നില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മുഴുവനും ചരിത്രം അടയാളപ്പെടുത്തിയെന്ന് മാത്രമല്ല, ഏതൊക്കെ രാജ്യത്ത് എപ്പോഴൊക്കെയാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയത്. അതുമാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാൻ ആഗ്രഹിക്കുന്നവർ 20ഓളം വിജ്ഞാന ശാഖകൾ അവർ പഠിക്കേണ്ടി വരുന്നു. കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം പഠിക്കാൻ ഒന്നാമത്തെ അവലംബം ഏതാണ്? കാന ഖുലുഖുൽ ഖുർആൻ. സൂറത്ത് ഭി ഖുർആനി ഹേ വോ സീറത്ത് ഭി ഖുർആനി ഹേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുന്ന ഏറ്റവും വലിയ സോഴ്സ് ഓഫ് ഹിസ്റ്ററി അതേതാണ്? പരിശുദ്ധമായ ഖുർആനാണ്. അതുകൊണ്ടാണ് വിത്തിരിയയുടെ മഹനീയ കാവ്യതല്ലജമൊരുക്കിയ ബഹുമാനപ്പെട്ട ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അഖില്ലായ മൻ യുഹ്സീ മദിഹ മുഹമ്മദി أخلاي من يحصي مديح محمدي وفي مدحه كتب من الله تقرأ. വിശുദ്ധനായ അല്ലാഹുവിൻ്റെ പ്രപഞ്ചാധികാരിയായ അല്ലാഹുവിൻ്റെ പവിത്രമായ കലാം പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്താനുള്ളതാണ്. ഏത് നാട്ടിലാണ് ജനിച്ചതെന്ന് ചോദിക്കുമ്പോ ബലദുൽ അമീൻ, അൽ അമീന്റെ നാട് കൊണ്ട് സത്യം ചെയ്യുന്ന ഖുർആൻ. ഏത് മാതാപിതാക്കൾക്കാണ് ജനിച്ചതെന്ന് ചോദിക്കുമ്പോ തഖല്ലുബക ഫിസ്സാജിദീൻ ഐ മിൻ സാജിദിൻ ഇലാ സാജിദിൻ. അല്ലാഹുവിനെ ആരാധിച്ച സജ്ജനങ്ങളുടെ മുതുകിലൂടെയും സദ്വൃത്തകളായ സുമോഹിനികളുടെ
ഗർഭപാത്രങ്ങളിലൂടെയുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നതെന്ന് പരിചയപ്പെടുത്തുന്ന ഖുർആൻ. അവിടുത്തെ പ്രായം എത്രയായിരുന്നു എന്ന് പറയുന്ന ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം അടയാളപ്പെടുത്താനുള്ള ഏറ്റവും അമൂല്യമായ അവലംബമേതാണ്? കലാമുല്ലാഹ്, അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം അറിയാൻ ഖുർആൻ. ഇനി ഇങ്ങോട്ട് വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ താരീഖ് അഥവാ ചരിത്രമെന്ന സയൻസ് പരിചയപ്പെടുത്തുന്നു. താരീഖ് എന്ന വിജ്ഞാന ശാഖയ്ക്ക് പരിമിതികളുള്ളതുകൊണ്ട് സീറ എന്ന മറ്റൊരു വിജ്ഞാന ശാഖ, അത് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങളുടെയും പ്രവൃത്തികളുടെയും സമാഹാരമായ ഹദീസ് എന്ന് പറയുന്ന മറ്റൊരു വിജ്ഞാന ശാഖ. എന്തിനേറെ പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യം പറയാൻ ഒരു വിജ്ഞാന ശാഖയാണ് അശ്ശമാഇലുൽ മുഹമ്മദിയ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണെങ്ങനെ, കാതെങ്ങനെ, ഇരിപ്പെങ്ങനെ, കിടപ്പെങ്ങനെ, നടപ്പെങ്ങനെ, ചലനം എങ്ങനെ, ആംഗ്യവിക്ഷേപങ്ങൾ എങ്ങനെ, വാചകങ്ങൾ എങ്ങനെ, ഇതെല്ലാം കൃത്യമായി പറയാനുള്ള സയൻസാണ് അശ്ശമാഇലുൽ മുഹമ്മദിയ. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യത്തിന്റെ ആവിഷ്കാരം. ആ വിജ്ഞാന ശാഖയിൽ മാത്രം നിരവധി ഗ്രന്ഥങ്ങൾ നമുക്കിന്നും പഠിക്കാൻ കിട്ടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെരുപ്പിനെ കുറിച്ച് ഗ്രന്ഥങ്ങളുണ്ട് 25-ലേറെ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെരുപ്പിന്റെ മോഡലിനെ കുറിച്ചുള്ള ഗ്രന്ഥമുണ്ട് 12, 1 ഡസനിലേറെ ഗ്രന്ഥങ്ങൾ കിട്ടുന്നുണ്ട്. ഇതുപോലെ ചരിത്രം സംരക്ഷിച്ച ഒരു നേതാവ് എവിടെയാണ്? രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, മതനഭോമണ്ഡലങ്ങളിൽ അതുല്യ ജ്യോതിസ്സുകളായി അടയാളപ്പെടുത്തപ്പെടുന്ന ആഗോള പ്രതിഭാസങ്ങളെ ആകമാനം മുന്നിൽ വെച്ചിട്ട് ചോദിക്കുകയാണ്, റഹ്മത്തുൽ ലിൽ ആലമീൻ, ഹബീബിന് സമാനമായി ചരിത്രം സംരക്ഷിക്കപ്പെട്ട ഒരു നേതാവിനെ ലോകത്ത് കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റൂല. നമ്മുടെ രാജ്യത്തിനില്ല, ലോകത്തിനില്ല. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം അടയാളപ്പെടുത്തിയ ആളുകളെ കുറിച്ച് പറയാനുള്ള ചരിത്ര ഗ്രന്ഥം വേറെയുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ. അപ്പൊ ചരിത്രം ചോദിക്കുകയാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരാണ്? അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ലോങ് ഹിസ്റ്ററി നമ്മുടെ കയ്യിലേക്ക് ലഭിക്കുകയാണ്. രണ്ടാമത് പറയുന്നു, 10 കൊല്ലം സേവനം ചെയ്ത അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാ. അപ്പൊ ചോദിക്കുകയാണ്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എവിടെ? അനസ് ബിൻ മാലിക് തങ്ങളെ കുറിച്ച് മാത്രമുള്ള ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് പേജുള്ള ഗ്രന്ഥങ്ങളുണ്ട്. ഇതുപോലെ ഓരോ ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം അടയാളപ്പെടുത്തിയ ആളുകൾ, അവരെക്കുറിച്ചും ചരിത്രം നമുക്ക് സുതാര്യമായി ലഭ്യമാണ്. ഇത്രയും സുരക്ഷിതമായി ചരിത്രം അടയാളപ്പെടുത്ത നേതാവാരാണ്? ഇനിയും വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേവലം ഇവിടെ ചരിത്രത്തിൽ വായിക്കപ്പെടുകയും ഓർമ്മിക്കപ്പെടുകയും മാത്രമല്ല, ഒരു ഫോട്ടോ ഇല്ല, ഒരു പ്രതിമയില്ല, ഒരു പ്രതിഷ്ഠയില്ല, ഒരു പ്രതിച്ഛായയില്ല, എവിടെയെങ്കിലും പ്രത്യേകിച്ച് സ്മാരകങ്ങളില്ല. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രതിമ വെക്കുന്നത് പോയിട്ട് പ്രതിമയുടെ ആദ്യാക്ഷരം എഴുതാൻ ആരെങ്കിലും തയ്യാറായാൽ കോടാനുകോടി വരുന്ന മുസ്ലിങ്ങൾ മുഴുവനും അവർക്കെതിരെ ആഞ്ഞടിക്കുകയാണ്. അത്രയും പ്രതിമയില്ലാത്ത കാഴ്ചപ്പാടുകൾ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതിമയില്ലാതെ, പ്രതിച്ഛായയില്ലാതെ
1.5 സഹസ്രാബ്ദക്കാലം മുമ്പ് ജീവിച്ചിരുന്ന പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കോടാനകോടി ജനങ്ങളുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ രസതന്ത്രമേതാണ്? ഒരു ഫോട്ടോയും ഇല്ല, ഒരു ചിത്രവും ഇല്ല, ഒരു ചിത്രീകരണവും ഇല്ല. പക്ഷേ കോടാനകോടി ജനങ്ങളുടെ വിസ്മത ഹൃദയത്തടങ്ങളിൽ സ്വന്തം പിതാവിനേക്കാൾ പരിചയത്തോടെ അടയാളപ്പെടുത്തിയ നേതാവാണ് ആഖായെ നാംദാർ താജ്ദാറെ മദീന സർവറെ ആലം സർക്കാരെ ദോ ആലം നൂറെ മുജസ്സം ഹബീബെ ഖുദാ വ റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. എന്ന് മാത്രമല്ല, കഹാ ജാതാ ഹെ രഹത്തെ ഹെ ദൂല ഫഖത് മദീനെ മേ ഗലത് ഹെ രഹത്തെ ഹെ വ ആശിഖോൻ കെ സീനെ മേ. പറയപ്പെടുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലാണ്. അല്ല, കോടാനകോടി വരുന്ന വിശ്വാസികളുടെ ഹൃത്തടങ്ങളിലെ നിത്യവസന്തമാണ്. ലോകത്തിന്റെ മുഴുവനും നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ ഓർമ്മിക്കപ്പെടുന്ന നേതാവ്, സാക്ഷ്യങ്ങളില്ലാതെ ഓർമ്മിക്കപ്പെടുന്ന നേതാവ്, പ്രതിഷ്ഠ വെക്കാതെ ഓർമ്മിക്കപ്പെടുന്ന നേതാവ്. ഈ പറയുന്ന തെളിവുകളൊന്നും വേദം നോക്കിയിട്ട് കണ്ടുപിടിക്കേണ്ടതല്ല, ഗ്രന്ഥം നോക്കിയിട്ട് വായിക്കേണ്ടതല്ല. കണ്ണ് തുറന്നടക്കുന്നവർക്ക് അന്വേഷിക്കാനാണ്, കാത് തുറന്ന് ജീവിക്കുന്നവർക്ക് പഠിച്ചറിയാനാണ്, വിവേകത്തോടെ സഞ്ചരിക്കുന്നവർക്കുള്ള പൊതു കാഴ്ചപ്പാടുകളാണ്. പുണ്യനബിയെ പോലെ പേര് പറയപ്പെടുന്ന ഒരു നേതാവ്, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ ചരിത്രമുള്ള നേതാവ്, പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ പ്രതിമയില്ലാതെ പ്രതിഷ്ഠയില്ലാതെ അനുസ്മരിക്കപ്പെടുന്ന വ്യക്തിപ്രഭാവം വേറെവിടെ ഒരാളെയും കാണാനില്ല. ഓൺലി മാൻ ഇൻ ഹിസ്റ്ററി, ചരിത്രത്തിലെ ഏകനായ വ്യക്തിപ്രഭാവമാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലം തങ്ങൾ. ഓർമ്മിക്കപ്പെടുക മാത്രമല്ല, അനുധാവനം ചെയ്യപ്പെടുന്ന നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കേവലം പുസ്തകങ്ങളിലും പാഠപുസ്തകങ്ങളിലും പാഠശാലകളിലും വേദങ്ങളിലും മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് നടന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങോട്ടാണ് തുപ്പിയിരുന്നത്, അതറിഞ്ഞിട്ട് അതുപോലെ പാലിക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷങ്ങളുള്ള ലോകത്താണ് ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നത്. ഹബീബ് ഏത് കാലെടുത്ത് വെച്ചിട്ട് വീട്ടിൽ നിന്നിറങ്ങിയെന്ന് നോക്കിയിട്ട് പോലെ കാലെടുത്ത് വെക്കാൻ ആഗ്രഹിക്കുന്ന ജനലക്ഷങ്ങൾ ഇപ്പോഴും ഉണ്ട് ഇവിടെ. അതുല്യമായ വ്യക്തിപ്രഭാവത്തിന്റെ അവാച്യമായ സാന്നിധ്യമാണ്. ന തൻ ദേഖ്താ ഹോ ന ജാൻ ദേഖ്താ ഹോ തുझी को न और या देखता हो जिधर देखता हो जहाँ देखता हो खुदा ही का जलवा मियां देखता हो. മേനിയിലേക്ക് നോക്കുമ്പോഴും മനസ്സിലേക്ക് നോക്കുമ്പോഴും അവിടേക്ക് നോക്കുമ്പോഴും ഇവിടേക്ക് നോക്കുമ്പോഴും പരോക്ഷമായി അന്വേഷിക്കുമ്പോഴും പ്രത്യക്ഷമായി അന്വേഷിക്കുമ്പോഴും എല്ലായിടത്തും കാണുന്നത് അല്ലാഹുവിൻ്റെ മഹനീയമായ നൂറാണ്, ഹബീബിന്റെ പ്രഭാവമാണ്. ഹെ ജോ കുച്ച് കി പൈദാ സബ് ഐൻ ഹഖ് ഹേ കേഖ് ബർസ്തി റവാ ദേഖ്താ ഹോ एक कोई जहां गैर हक है सो मैं इसको वह में गमान देखता हूं. യാഥാർത്ഥ്യത്തിലുണ്ടെന്ന് പറയാൻ ആ ഒരു പ്രഭാവമേ ഇവിടെ ഞാൻ കാണുന്നുള്ളൂ. എവിടെ നോക്കിയാലും ആ ഹബീബിന്റെ സാന്നിധ്യത്തിന്റെ താരള്യമാണ്. എവിടെ നോക്കിയാലും പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
പവിത്രമായ സാന്നിധ്യത്തിന്റെ ജാജ്വല്യമായ രേഖകളാണ്. അല്ലാതെ ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതല്ലാത്തതെന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ വഹ്മേ ഗമാദേഖ്താഹോ, ഞാൻ പറയും അതില്ലാത്തതാണ്, ധാരണയാണ്. കാരണം എന്തേ? അർശ് ഹഖ് ഹേ മസ്നദേ റിഫഅത്ത് റസൂലുള്ളാഹി കി, അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹാത്മ്യത്തെ ഘോഷിക്കാനാണ് ഈസാ അലൈഹിസ്സലാം ഇവിടെ വന്നത്. വിഷയം മാറിപ്പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മാത്രം സാധുവായി വിദ്യാർത്ഥി സംസാരിച്ച 140 മണിക്കൂറോളം പ്രഭാഷണത്തിന്റെ സീഡികൾ നിങ്ങൾക്ക് ലഭിക്കും. അതിൽ നിന്ന് കുറച്ചൊക്കെ ഈ നഗരിയിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. അതിലെല്ലാം ഹബീബിന്റെ വ്യക്തിത്വമാണ്, പ്രണയമാണ്, ജീവിതമാണ്, സന്ദേശങ്ങളാണ്. അവിടുത്തെ സൗന്ദര്യം മാത്രം ഒരു 14 മണിക്കൂർ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. അത് മുഴുവനും ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ ലോക ചരിത്രത്തോട് ചോദിക്കുക, ഇവിടെ ഗാന്ധിയന്മാരുണ്ട്. മഹാത്മാഗാന്ധിയെ ആദരിക്കുകയും സ്നേഹിക്കുകയും മഹാത്മാഗാന്ധിയുടെ സന്ദേശങ്ങളെ ഉൾക്കൊള്ളാൻ തീരുമാനിക്കുകയും ചെയ്ത ആളുകളുണ്ട്. പക്ഷേ ഗാന്ധി ഉടുത്തതുപോലെ വസ്ത്രം ഉടുത്തുകൊള്ളണമെന്ന നിർബന്ധം അവർക്കില്ല. ഗാന്ധിയുടെ ജീവിത കാൽപ്പാടുകളെ പിൻപറ്റാൻ അനുധാവനം ചെയ്യപ്പെടുന്നില്ല. അർദ്ധനഗ്നനായും നഗ്നപാതനായും നടക്കാൻ ചിലപ്പോൾ ചില ആളുകളൊക്കെ തയ്യാറായേക്കാം. പക്ഷേ പേഴ്സണൽ ലൈഫിൽ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഗാന്ധി എന്തോന്ന് ചോദിച്ചാൽ മറുപടി ഉണ്ടാവില്ല. കാരണം ഗാന്ധിയുടെ വ്യക്തിത്വം ഇന്ത്യ മഹാരാജ്യത്തിന്റെ മഹനീയമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി എന്നിടത്ത് തുടങ്ങുകയാണ്. അല്ലാതെ പേഴ്സണലായി സമൂഹത്തെ മുഴുവനും സമുദ്ധരിക്കാമെന്നൊരു നേതാവാണെന്ന് ഇന്ത്യയും പറയുന്നില്ല, ആരും ആവശ്യപ്പെടുന്നില്ല. അപ്പോൾ ലോകത്തൊരുപാട് നേതാക്കളുണ്ട്, അവരാരും തുടരപ്പെടുന്നില്ല. അതേ സമയത്ത് റഹ്മത്തുല്ലിൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടരപ്പെടുന്ന നേതാവാണ്. പ്രഭാതത്തിൽ മദീനയുടെ ഗല്ലിയിലൂടെ സഞ്ചരിക്കുന്ന പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധരങ്ങളിൽ നിന്ന് വഴിഞ്ഞൊഴുകിയ മധുമൊഴികളേതാണെന്ന് കാതോർക്കുകയാണ് ലോകം. അവിടുന്ന് രാവിലെ കുടിക്കാൻ ഒരു പാത്രം വെള്ളമെടുത്തപ്പോ ഏത് കൈകൊണ്ടാ എടുത്തത്, എന്ത് ചൊല്ലിയിട്ടാ എടുത്തത്, എങ്ങനെയാ അത് കുടിച്ചത്, ബാക്കി ആർക്കാ കൊടുത്തത്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് സംബന്ധമായി മാത്രം ആലോചിക്കുമ്പോ ഹബീബിന്റെ കാൽപ്പാടുകളെ തുടരാൻ ലക്ഷോപലക്ഷം ജനങ്ങൾ ഇവിടെ റെഡിയാണ്. ആ മാതൃകയുടെ മണിമകുടമണിയുന്ന അതുല്യ ജ്യോതിസായ പ്രഭാവത്തിന്റെ പ്രപഞ്ചമായ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീട്ടിപ്പറയാൻ ഞാൻ അർഹനല്ല, കടന്നു പോകാൻ നിങ്ങൾക്കും സമയമില്ല. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏകനായ വ്യക്തിപ്രഭാവമാണ്. ആ ഹബീബിനെ അറിയുമോ? കാരണം ലോകത്തിന് മുഴുവനും മോചനമായി വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാൻ എത്ര ഉപാധികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വന്നപ്പോൾ ഈ ലോകത്തിന്റെ അവസ്ഥ എന്താ? ആധുനിക മോഡേൺ യുഗത്തിലെ മനുഷ്യരേതൊക്കെ അപജയത്തിലേക്ക് കൂപ്പുകുത്തുന്നുണ്ടോ, ഈ അപജയങ്ങൾക്ക് മുഴുവനും പരിഹാരം പറഞ്ഞ നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കമ്പ്യൂട്ടറിന്റെയും ഇന്റർനെറ്റിന്റെയും ടെക്നോളജിയുടെയും പോസ്റ്റ് മോഡേണിസത്തിന്റെയും മോസ്റ്റ് മോഡേണിസത്തിന്റെയും മോഡേൺ പൊളിറ്റിക്സിന്റെയും പൊളിറ്റിക്കൽ കൺട്രോളുകളുടെയും എല്ലാം പുതിയ ലോകത്ത് ജീവിക്കുന്നവരാ നമ്മൾ. പക്ഷേ ഇന്നത്തെ ഈ ലോകം എങ്ങോട്ടാ പോണത്? അവിടെയാണ് മൗലാന മുഹമ്മദ് അലിയുടെ പ്രോഫറ്റ് ഓഫ് ദി ഡെസേർട്ട് എന്ന പുസ്തകം വായിക്കേണ്ടത്. അവിടെ കാണാം 6-ാം നൂറ്റാണ്ടിലെ ജനങ്ങളെ സമുദ്ധരിക്കാൻ അന്നത്തെ ജൂത സംഘത്തിന്റെ മിഷണറി ഇറങ്ങി, വിജയിക്കാൻ പറ്റിയില്ല. ക്രൈസ്തവ സംഘത്തിന്റെ മിഷണറി ഇറങ്ങി, പരാജയപ്പെട്ടു പോയി. അന്ന് ജീവിച്ചിരുന്ന കുറെ സുമനസ്സുകൾ ഉണ്ടായിരുന്നു, നല്ല മനസ്സുള്ള ആളുകൾ, വറഖത്ത് ബിൻ നൗഫലിനെ പോലെ. അവരെല്ലാവരും വന്ന് നോക്കി, ഇവിടെ ഒന്ന് ശരിയാക്കാൻ പറ്റുമോ?
അവർക്കാർക്കും വിജയിക്കാൻ കഴിയാത്ത ഭൂമിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3W യുഗത്തിലാണ് ജീവിച്ചിരുന്നത്. നമ്മൾ ഇന്നൊരു പുതിയ 3W യുഗത്തിലാണ് ജീവിക്കുന്നത്. എന്നെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണോ? ഒരു മനുഷ്യൻ പറയും www.com നോക്കിയാൽ മതി എന്ന് പറയും. എൻ്റെ മുറുക്കാൻകടയെക്കുറിച്ച് അറിയണോ? അപ്പോഴും പറയും www.pettipeedica.com എന്നതിൽ നോക്കാൻ പറയും. അങ്ങനെയുള്ള 3W യുഗത്തിലാണ് ജീവിക്കുന്നത്. ഇതുപോലെ പുതിയ യുഗത്തിലെ മനുഷ്യൻ എല്ലാത്തിനും വെബ് പോർട്ടലുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ 6-ാം നൂറ്റാണ്ടിലെ ജനവിഭാഗങ്ങൾ മുഴുവനും എന്തിൻ്റെ പേരിലാണോ അവമതിക്കപ്പെട്ടത് അത് മുഴുവനും ഇവിടെ പുതിയ കുപ്പായമണിഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ? നമ്മുടെ രാജ്യമെന്ന് പറഞ്ഞാൽ ഒരു സെക്കുലറിസ്റ്റ് രാജ്യമാണ്. ഇവിടെ എല്ലാ മതങ്ങൾക്കും എല്ലാ ജനവിഭാഗങ്ങൾക്കും സ്വാതന്ത്ര്യമുള്ള രാജ്യം. പക്ഷേ ചില വേദനകളെ പറയാതിരിക്കാൻ നമുക്ക് പറ്റൂല. നമ്മുടെ ഈ രാജ്യമെന്ന് വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? കുടിച്ചു മുടിച്ചുകൊണ്ടിരിക്കുന്ന കോടികളുടെ കണക്കെഴുതാൻ പത്രങ്ങൾക്ക് കോളം തികയാതിരിക്കുകയാണ്. അതിൻ്റെ പേരിലാണ് വേദനിക്കുന്നത്. ഈ ഒരു പ്രശ്നമായിരുന്നു 6-ാം നൂറ്റാണ്ടിനെ ഇരുണ്ട യുഗമെന്നെഴുതാൻ നിർബന്ധിച്ചത്. പെൺകൊടികൾ റാപ്പ് ചെയ്യപ്പെടുകയും ഡൽഹിയിലും ബോംബെയിലും എറണാകുളത്തും കൊച്ചിയിലും കോഴിക്കോട്ടും എല്ലാം ചുവന്ന തെരുവുകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചുവന്ന തെരുവുകളുടെ ലൈംഗിക ദുരാചാരത്തിന്റെ പേരിലാണ് 6-ാം നൂറ്റാണ്ടിലെ ജനതയെ ഇരുണ്ട യുഗത്തിലെ ആളുകളെന്ന് വിളിച്ചു പറഞ്ഞിരുന്നത്. പെൺകൊടികൾക്ക് ജീവിക്കാൻ അവകാശമില്ലാത്ത 6-ാം നൂറ്റാണ്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നത്. ജനിച്ച ഉടനെ പിടിച്ച് കുഴിച്ചു മൂടുന്ന യുഗം. ഇന്നങ്ങനെയല്ല. ഇവിടെയുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ എല്ലാം പിന്നാമ്പുറങ്ങളിൽ അറുത്തുമാറ്റപ്പെട്ട ഗർഭസ്ഥ ശിശുക്കളുടെ ജീവൻ കിടക്കുന്നുണ്ട്. അവിടുന്ന് ഭ്രൂണഹത്യ നടന്നുകൊണ്ടിരിക്കുന്ന യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. ആയിരക്കണക്കിന് ഭ്രൂണഹത്യയുടെ കണക്കുകൾ ഓരോ ദിവസവും നമ്മുടെ പത്രങ്ങളിലൂടെ വരുമ്പോ 6-ാം നൂറ്റാണ്ടിലെ ജനവിഭാഗത്തെ എന്തിൻ്റെയൊക്കെ പേരിലാണോ ഇരുണ്ട യുഗമെന്ന് ഏറ്റവും വലിയ പേനയെടുത്തിട്ട് എഴുതാൻ ഈ 1400 കൊല്ലം കൊണ്ട് ലോകം തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് അത് മുഴുവനും ഇവിടെ പുതിയ കുപ്പായമണിഞ്ഞ് ആവർത്തിക്കപ്പെടുകയാണ്. ചോദിക്കട്ടെ, നമ്മുടെ കേരളത്തിലെങ്കിലും ഒരു മദ്യവിമോചനം സാധ്യമാക്കുവാൻ ഇവിടുത്തെ സർക്കാരുകൾക്ക് കഴിയോ? ഞാൻ രാഷ്ട്രീയക്കാരനല്ല. എൻ്റെ പ്രസ്ഥാനം രാഷ്ട്രീയ പ്രസ്ഥാനവും അല്ല. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും സമദൂര സിദ്ധാന്തം നിലനിർത്തുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് കൊടിയുടെയും നിറത്തിൻ്റെയും വ്യത്യാസം ഇവിടെയില്ല. നമ്മുടെ രാജ്യത്ത് പൂർണ്ണമായും മദ്യനിരോധനം നടത്താൻ നമ്മുടെ സംസ്ഥാനത്തിന് സാധിക്കുമോ? അവിടുന്ന് ബീവറേജ് കോർപ്പറേഷന്റെ നല്ലൊരു ശതമാനം ടാക്സുകൾ ഗവൺമെന്റ് വരുമാനമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിന് ഇവിടെ പൂർണ്ണമായും മദ്യനിരോധനം എങ്ങനെ നടപ്പിലാക്കാൻ പറ്റും? സെക്ഷൽ ടൂറിസത്തിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ എക്കോണമി ഉയർത്തണമെന്ന് 4 നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു പറയുന്ന അധികാരികളുടെ ഈ രാജ്യത്ത് എങ്ങനെയാ ലൈംഗിക സദാചാരം ഉണ്ടാക്കാൻ പറ്റുക? മാത്രമല്ല, ഡൽഹിയുടെയും ബോംബെയുടെയൊക്കെ ചുവന്ന തെരുവുകൾ അധികരിച്ചപ്പോ നമ്മുടെ ഉന്നത നീതിപീഠങ്ങൾ ലൈംഗിക വൃത്തികേടുകൾക്ക് നിയമം കൊടുത്തിട്ട് അംഗീകാരം കൊടുക്കാനാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു നാട്ടിൽ എങ്ങനെയാ ലൈംഗിക സദാചാരം ഉണ്ടാക്കാൻ പറ്റുക? പറ്റൂല. എന്നാൽ നമ്മുടെ രാജ്യത്തെ പുതിയ തലമുറകൾ മുഴുവനും അഴുക്കിന്റെയും അരുതായ്മയുടെയും അപകടത്തിന്റെയും ആഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നതിന് പേരിൽ വേദനിക്കാൻ ഇവിടെ ഭരണാധികാരികളുണ്ടോ? ഞാൻ ഭരിക്കുന്ന സ്റ്റേറ്റിലെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ കുടിയന്മാരാ എന്ന് വിചാരിച്ച് വേദനിക്കാൻ ഏത് മന്ത്രിമാർ? ഞാൻ ഭരിക്കുന്ന പ്രദേശത്തെ ഒരുപാട് ആളുകൾ ലൈംഗികമായി തെറ്റ് ചെയ്യുന്നവരാണ് എന്നതിൻ്റെ പേരിൽ വേദനിക്കാൻ ഇവിടെ ഭരണാധികാരികളുള്ള കാലമല്ല. അതുകൊണ്ട് ഈ പുതിയ യുഗത്തെ ശരിയുടെ വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള ഏക മണിമന്ത്രമേ ഉള്ളൂ. മക്കായുടെ മരുപ്പറമ്പിൽ നിന്ന് മാലോകരുടെ മനതലത്തിലേക്ക് മാതൃകായോഗ്യമായ ഒരു തലമുറയെ ആധുനികതയുടെ ആൾത്താരകളിൽ ആദരപൂർവ്വം പ്രതിഷ്ഠിക്കാൻ മാത്രം പ്രകർഷ്ടരാക്കി മാറ്റിക്കൊണ്ടുവന്ന അടിസ്ഥാനപരമായ വിപ്ലവത്തിന്റെ നായകൻ, പ്രപഞ്ചത്തിന്റെ മുഴുവനും കാരുണ്യത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമേ മാറ്റമുണ്ടാക്കാൻ പറ്റൂ. കാരണം എന്താണെന്നറിയുമോ? ആ ഹബീബിന്റെ ജീവിതം മുഴുവനുമാണ് ലോകത്തിന്റെ മാതൃക.
ലോകത്തെ മുഴുവനും ശരിയിലേക്ക് കൊണ്ടുവരാൻ കടന്നു വന്ന നേതാവാണ്. ആ നേതാവ് പ്രാക്ടിക്കലി ലോകത്തെ മുഴുവനും ശരിയിലേക്ക് കൊണ്ടുവന്നു. എവിടെങ്കിലും അടിയും പിടിയും നടത്തിയിട്ടല്ല മദ്യനിരോധനം ഉണ്ടാക്കിയത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 23 വർഷത്തെ ഒഫീഷ്യൽ ലൈഫിൽ 300 ചില്ലാനും സ്വഹാബികളെ മരണപ്പെട്ടു പോയിട്ടുള്ളൂ. 300 ചില്ലാനും സ്വഹാബത്തെ ആകെ മരണപ്പെട്ടിട്ടുള്ളൂ 23 വർഷത്തെ ജീവിതത്തിന്റെ ഇടയിൽ. കുറേയൊക്കെ യുദ്ധങ്ങളും സംഘട്ടനങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും ഒക്കെ വന്നിട്ടും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് ആകെ മരിച്ചുപോയത് 23 കൊല്ലത്തെ ഒഫീഷ്യൽ ലൈഫിന്റെ ഇടയിൽ 300 ചില്ലാൻ ആളുകളാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ മുഴുവനും ശരിയുടെ വഴിയിലേക്ക് കൊണ്ടുവന്ന സമാധാനത്തോടെ കിടന്നുറങ്ങാൻ അവകാശമുണ്ടാക്കി കൊടുത്തു എന്നു മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ മുഴുവനും വിളിച്ചത് സമാധാനത്തിന്റെ വഴിയിലേക്കാണ്. നിങ്ങൾ നോക്കൂ, the moment you unveiled your face to display your splendor, it was the very moment you turned me into mirror. എപ്പോഴാണോ അവിടുത്തെ മുഖപടം മാറ്റിയിട്ട് പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്നത്, അപ്പോൾ മുതൽ എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുകയാണ്. How do I describe my love? The impact of her ravishing glance. In a split moment, it freed me from the fetters of world's prison. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തോടെ കാലം മുഴുവനും കാരാഗ്രഹങ്ങളിൽ നിന്ന് സ്വതന്ത്ര ഭൂമിയിലേക്ക് കടന്നു വരികയാണ്. His contemplation was not possible and he was not at all discernible. Love has shown us his glory in every particle of dust throw. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരുണമായ പ്രണയത്തിന്റെ കൃത്യമായ കണികകളാണ് ശരീരത്തെ മുഴുവനും വരിഞ്ഞു മുറുക്കിയിട്ട് ലോകത്തുള്ള മുഴുവൻ തലങ്ങളിലും സ്വാധീനിച്ചു പോയ അതുല്യമായ അനുരാഗത്തിന്റെ സമവാക്യമാണ് പുണ്യ റസൂൽ. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, മറ്റു സമുദായങ്ങളിൽപ്പെട്ട സഹോദരങ്ങളുണ്ടോ അവരോടും പറയട്ടെ, ഞങ്ങളുടെ പ്രവാചകനല്ല, നമ്മുടെ പ്രവാചകനാണ് ലോകത്തിന്റെ മുഴുവനും നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാലോകരെ ആഗമനം മാതൃകയുടെ മഹനീയമായ വഴിയിലൂടെ മോചനത്തിന്റെ മാർഗത്തിലൂടെ സ്വർഗസ്ഥരാക്കാൻ വന്ന നേതാവാണ് യാ റസൂലല്ലാഹ്. ലോകത്തെ മുഴുവനും ശരിയുടെ വഴിയിലൂടെ സ്വർഗസ്ഥരാക്കാൻ വന്ന പുണ്യ റസൂൽ, ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാൻ ആഗ്രഹിക്കുമ്പോൾ മാമൂർ ഹോ രഹാ ഹേ ആലം മേ നൂർ തേരാ അസ്മാഹ്താബ മാഹി സബ് ഹേ സഹൂർ തേരാ. ഓ ഹബീബേ, അവിടുത്തെയുടെ പ്രഭാവം കൊണ്ട് ലോകം മുഴുവനും വെളിച്ചം ആസ്വദിക്കുകയാണ്. इसरार अहमदी से आगाह हो सो जाने तो नूर हार शरार हर साग तूर तेरा. ഓ ഹബീബായ നബിയെ, അവിടുന്ന് കാരുണ്യത്തിന്റെ അരുണവർഷങ്ങളെ കൊണ്ട് പ്രപഞ്ചമാകമാനം മാറ്റത്തിന്റെ മഹാധ്വനിയുണ്ടാക്കിയിട്ട് കാലത്തെയും കാലത്തിൽ ജീവിച്ചിരുന്നവരെയും ലോകത്തെയും ലോകത്തിൽ ജീവിച്ചിരുന്നവരെയും മേനിയെയും ആത്മാവിനെയും ഇടത്തെയും ഇടത്തിലുള്ളതിനെയും പൂന്തോട്ടത്തെയും പുഷ്പത്തെയും അതിനെ മുഴുവനും പറുദീസയിലേക്ക് മാടി വിളിച്ച നബിയെ, അവിടുത്തെയുടെ മഹനീയ ഭാവങ്ങളെയാണ് ലോകം ആഗ്രഹിക്കുന്നത്. ഞാൻ ചുരുക്കുകയാണ്. അപ്പൊ ആധുനിക യുഗം അനുഭവിക്കുന്ന ഏതൊക്കെ പ്രതിസന്ധികളുണ്ടോ അതിന് മുഴുവനും പരിഹാരം പറയാൻ പറ്റുന്ന പ്രവാചകൻ, ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ലോകത്തിനുള്ള 2-3 കടപ്പാടുകളുണ്ട്. അതിലൊന്നാമത്തെ ബാധ്യത ഏതാണ്? അൽ ഈമാനു ബിഹി, ആ നബിയിൽ വിശ്വസിക്കലാണ്.
ആ നബിയിൽ വിശ്വസിക്കല എന്ന് പറഞ്ഞ 6-ാം നൂറ്റാണ്ടിൽ ആമിനാക്കും അബ്ദുല്ലാക്കും ഒരു മോനുണ്ടായിരുന്നു. അബ്ദുള്ള എന്ന പേരായിരുന്നു. 40-ാമത്തെ വയസ്സിൽ വെളിപാടുണ്ടായി. 63-ാമത്തെ വയസ്സിൽ ലോകത്തോട് യാത്ര ചോദിച്ചു. അതല്ല പ്രവാചകന്റെ ചരിത്രം, അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം. മറിച്ചാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയേണ്ടത്? മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലായിരുന്നു എന്നറിയണം. അതാണ് വിശ്വാസം. റസൂലാകണമെങ്കിൽ എന്ത് വേണം? ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു. വിവരമില്ലാത്ത ആളുകൾ, പരിമിതമായ വിജ്ഞാനം മാത്രം ലഭിച്ച ആളുകൾ, അവര് പറയും പ്രവാചകൻ ഒരു മനുഷ്യനായിരുന്നു എന്ന്. എന്നാൽ നമ്മൾ അറിയേണ്ടതെങ്ങനെയാണ്? യാഥാർത്ഥ്യം എങ്ങനെയാണ്? ഞാൻ അറിഞ്ഞതെങ്ങനെയാണ്? വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർവ്വ സമസൃഷ്ടികളെക്കാളും ഉന്നതരായിരുന്നു എന്ന് വിശ്വസിക്കുമ്പോഴേ ഈമാനായി മാറുകയുള്ളൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തെ സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ല, അസാധാരണ വ്യക്തിപ്രഭാവമുള്ള പ്രവാചകനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാംഗ്വേജ് ഇല്ലാത്ത സന്ദേശത്തെ ലാംഗ്വേജ് ആക്കി മാറ്റാനുള്ള പ്രവാചകൻ. അതെന്താ ഞാൻ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് വഹി ഇറങ്ങിയിരുന്നത് എങ്ങനെ? അഹ്യാനൻ മിസ്ല സൽസലത്തിൽ ജറസി. ഇമാം ബുഖാരിയുടെ നിവേദനം. ചിലപ്പോഴൊക്കെ മണിയടിക്കുന്നൊരു ശബ്ദം ഞങ്ങൾ കേൾക്കുക. അള്ളാഹുവിൻ്റെ കലാം അവതരിച്ചതാണ്. അള്ളാഹുവിൻ്റെ കലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് പാരായണം ചെയ്തു തരും. അപ്പോൾ അള്ളാഹുവിൻ്റെ മഹനീയമായ സന്ദേശങ്ങളെ മാലോകർക്ക് അറിയാൻ പറ്റുന്ന വിധത്തിലേക്ക് അവതരിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തെയോടുള്ള ഒന്നാമത്തെ കടപ്പാട് അൽ ഈമാനു ബിഹി, ആ നബിയെ വിശ്വസിക്കലാണ്. രണ്ടാമത്തെ കടപ്പാട് ഏതാണ്? അൽ മഹബ്ബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്. സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്? النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിശ്വാസിയോട് അവന്റെ സ്വന്തം ശരീരത്തെക്കാൾ, ആത്മാവിനേക്കാൾ കടപ്പാടുള്ള ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെയും നിങ്ങളുടെയും സ്വന്തം ശരീരത്തേക്കാൾ നമ്മോട് കടപ്പാടുള്ളവരാണ്. അങ്ങനെ ഒരു കടപ്പാടുണ്ടെങ്കിലേ നിങ്ങളുടെ ഈമാനാകൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ഉടമസ്ഥനാരാണോ ആ അല്ലാഹുവെ തന്നെയാണ് സത്യം. ലാ യുഅ്മിനു അഹദുകും ഹത്താ കൂന ഹബ്ബ ഇലൈഹി മിൻ നഫ്സിഹി വമാലിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഇമാം ബുഖാരിയുടെ നിവേദനമാണ്. കിതാബുൽ ഈമാൻ എന്ന വിശ്വാസം പറയാനുള്ള അധ്യായത്തിൽ പറഞ്ഞ പരിശുദ്ധമായ ഹദീസാണ്. നിങ്ങളിൽ ഒരാളുടെയും സ്നേഹം സമ്പൂർണമാകൂല എന്നല്ല, നിങ്ങളുടെ ആരുടെയും വിശ്വാസം പൂർണ്ണമാവുകയില്ല. ഏതുവരെ? ഹത്താ അകൂന ഹബ്ബ ഇലൈഹി, ഞാൻ ആ നബിയിലേക്ക് സ്നേഹമുള്ള ആളായി വരും. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവന് പ്രിയമുള്ള ആളാകുന്നത് വരെ മിൻ നഫ്സിഹി, അവന്റെ സ്വന്തത്തെക്കാളും, വമാലിഹി, അവന്റെ സ്വത്തിനേക്കാളും, വവലദിഹി, അവന്റെ സന്താനത്തെക്കാളും, വന്നാസി അജ്മഈൻ, എല്ലാവരെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കുന്നത് വരെ. കാരണം എന്തേ? ജമീനോ ജമാ തുമാരേ ലിയേ
ഓ നബിയെ, കാലവും ഇടവും ഇടത്തിലുള്ളതും തങ്ങൾക്കുള്ളതാണ്. ബദൻ മേ ഹെ ജാൻ, എന്റെ ഈ ശരീരത്തിൽ ജീവനുള്ളത് ലിറസൂലില്ലാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ വിശ്വാസത്തിന്റെ ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കൽ. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രണയം വെക്കുമ്പോഴേ നമ്മുടെ ഈമാനാകൂ. യാ സയ്യിദി യാ റസൂലല്ലാഹി യാ അമലി യാ മൗഇലി യാ മലാദി യൗമ തൽഖാനി فأنت أقرب من ترجى عواطفه عندي وإن بعدت داري وأوطاني. എൻ്റെ വീടും നാടുമെല്ലാം വിദൂരത്തായാലും, എൻ്റെ സ്നേഹിതന്മാര് മുഴുവനും വിട്ടദേശത്തായാലും, എൻ്റെ എല്ലാ പ്രതിസന്ധിയുടെയും ആഴിയിലാണ് ഞാൻ കിടക്കുന്നതെങ്കിലും എൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് മദീനയിലെ രാജാവിനോടുള്ള പ്രണയമാണ്. അനുരാഗത്തിന്റെ അലമാലകൾ ചിറക് വെച്ച് പറന്നുയർന്നിട്ട് വാനമ്പാടികളോടൊപ്പം കൂടിയിട്ട് മദീനയിലേക്ക് പോയതാണ്. ആ മദീനയിലെ ഗുംബദേ ഖസ്റ, പച്ചക്കുബ്ബയുടെ താഴെ കിടന്ന മാലോകരുടെ മനതലങ്ങളെ അറിയുന്ന അതുല്യമായ പ്രഭാവത്തിന്റെ പ്രപഞ്ച പ്രകാശമേ, അവിടുത്തെയുടെ സവിധത്തിലെ സേവകന്മാരാണ് ഞങ്ങൾ. ആ ഹബീബിനെ അങ്ങനെ പ്രേമിക്കുമ്പോഴേ ഈമാനാകൂ. ആ ഹബീബിനോട് സ്നേഹം വരുമ്പോഴേ ഹബീബിനോടുള്ള ബന്ധമാകൂ. എന്റെ വകയല്ല, ഇമാം റാസി പറയട്ടെ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സൗബാൻ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ഒരു നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. ഖദ് തഗയ്യറ ലൗനുഹു വദഅഫ ജിസ്മുഹു, നിറമൊക്കെ മാറിപ്പോയിട്ടുണ്ട്, ശരീരം ക്ഷീണിച്ചു പോയിട്ടുണ്ട്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, മാ ഹാദാ യാ സൗബാൻ, ഓ സൗബാനെ എന്ത് പറ്റിപ്പോയി? അപ്പ സൗബാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ് മാ ബീ മിൻ വജഇൻ, എനിക്കൊരു രോഗവും ഇല്ല നബിയേ. എന്റെ ശരീരം മെലിഞ്ഞു പോകാനും നിറം വിവർണമാകാനുമുള്ള കാരണം എനിക്ക് യാതൊരു രോഗവും ഉണ്ടായിട്ടല്ല. വലാകിന്നീ ദകർതുൽ ആഖിറ, ഞാൻ പരലോകത്തെ ഒന്നോർത്തുപോയി നബിയേ. ഇമാം റാസിയുടെ നിവേദനമാണ്, പരലോകത്തെ ഞാൻ ഓർത്തുപോയി. പരലോകമോർത്തപ്പോൾ സ്വർഗത്തിൽ പോവില്ല എന്നുള്ള പേടിയാണോ, നരകത്തിലായി പോകുമോ എന്ന ദുഃഖമാണോ? അല്ല അല്ല, മലബാറിന്റെ മാപ്പിള ഹൃദയങ്ങളിൽ നിന്ന് ഈമാനിന്റെ വെളിച്ചം കിട്ടിയ ഈ മലപ്പുറത്തെ ഈമാനുള്ള മക്കളെ ഒന്ന് കേൾക്കണേ. അതാ സൗബാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വലാകിന്നീ ദകർതുൽ ആഖിറ, ഞാൻ പരലോകത്തെ ഓർത്തുപോയതാ. അപ്പ എന്റെ മനസ്സിലേക്ക് വന്ന വിഷമം മറ്റൊന്നുമല്ല, ഇൻ ദഖൽതുൽ ജന്നത ഫകൂനു മഅൽ അബീദ് വഅൻത മഅൻ നബിയ്യീൻ. ഞാൻ ഒരുപക്ഷേ സ്വർഗത്തിൽ കടന്നെന്ന് വന്നേക്കാം, കാരണം ഞാൻ അവിടുത്തെയുടെ മുമ്പിലിരുന്ന ആളാണ്, പ്രവാചകരെ അറിഞ്ഞ ആളാണ്. പക്ഷേ അകൂനു മഅൽ അബീദ്, ഞാൻ അടിമകളുടെ കൂടെ ലോക്കൽ കമ്പാർട്ട്മെന്റിലായിരിക്കും, ജനറൽ വാർഡിലായിരിക്കും, സാധാരണക്കാരോടൊപ്പമായിരിക്കും. വഅൻത മഅൻ നബിയ്യീൻ, ഓ ക്യാ മർതബാ ഹൈ തേരാ, അവിടുന്ന് ഉന്നതമായ തലത്തിലായിരിക്കൂലേ നബിയേ. അപ്പ എനിക്ക് സ്വർഗത്തിൽ കടക്കൂല എന്നുള്ള പേടിയല്ല,
ഞാൻ സ്വർഗത്തിൽ കടന്നാലും തങ്ങളെ കണ്ടില്ലെങ്കിൽ എനിക്ക് സ്വർഗമാവൂല യാ റസൂലല്ലാഹ്. ഈമാനുള്ള ചെറുപ്പക്കാരാ, ജീവിതത്തിന്റെ നല്ലൊരു സമയം നമ്മൾ വൃത്തികേടുകൾക്ക് വേണ്ടി ആലോചിച്ചു പോയോ? നിങ്ങളുടെ എല്ലാം കൈവെള്ളയിൽ ഇരിക്കുന്നില്ലേ മൊബൈലുകൾ? അതിൻ്റെ ഉള്ളിലില്ലേ വൃത്തികെട്ട ചിത്രങ്ങൾ? അതിൻ്റെ ഉള്ളിലില്ലേ മ്യൂസിക്കുള്ള ഗാനങ്ങൾ? അതിൻ്റെ ഉള്ളിലില്ലേ പെണ്ണിൻ്റെ ചിത്രങ്ങൾ? അതിൻ്റെ ഉള്ളിലില്ലേ സിനിമയുടെ ക്ലിപ്പുകൾ? മോനെ, നമ്മുടെ മനസ്സ് എവിടെ കെട്ടേണ്ട മനസ്സാണ്? ഹം റസൂലുള്ളാഹ് കേ ജന്നത്ത് റസൂലുള്ളാഹ് കീ. സ്വർഗത്തിന് നേതൃത്വം കൊടുക്കേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നെഞ്ചിലേറ്റിയിട്ട് പ്രണയത്തോടെ പ്രാണൻ കൊണ്ട് ബന്ധിക്കേണ്ട നേതാവായ ഹബീബിനെ മറന്നുപോയോ മോനെ? എന്റെ കൈവെള്ളയിൽ ഇരിക്കുന്ന മൊബൈലിൽ നിന്ന് എന്റെ കണ്ണുകൊണ്ട് അന്യ പെണ്ണിന്റെ ചിത്രമാണോ കാണുന്നത്? അവളെയാണോ ഞാൻ പ്രണയിച്ചു പോയത്? എന്റെ കാതിലേക്ക് തിരികെ കയറ്റിയ ചെറിയ ബോക്സിലൂടെ ഞാൻ കേൾക്കുന്നത് വൃത്തികെട്ട ഗാനങ്ങളാണോ? ഹബീബിരിക്കേണ്ട ഈ ഹൃദയത്തിൽ ആരെയാ മോനെ നീ കുടിയിരുത്തിയത്? വരൂ വരൂ, ആജ് നഹീ തോ കൽ ഹം മദീനെ ചൽ, ആജ് നഹീ തോ കൽ ഹം മദീനെ ചൽ. നമുക്ക് ഇന്നല്ലെങ്കിലും നാളെ മദീനത്ത് പോണ്ടേ മോനെ?